ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. എന്താണെന്ന് പറയാമേ, ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ദാ 2 മാലാഖക്കുട്ടികൾ റോട്ടിൽ കൂടി പോകുന്നു. റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ദാ ഒരുപാട് മാലാഖക്കുട്ടികൾ വിത്ത് ബലൂൺസ്. അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ ഒരുപാട് വെള്ള കളറിലെ ആടുകൾ. ഇന്ന് മൊത്തത്തിലൊരു വെള്ളമയമായിരുന്നേ. ബീച്ചിൽ ചെന്നപ്പോൾ മറ്റൊരു കാഴ്ച. കായലിൽ നിന്നും തോട്ടിൽ നിന്നൊക്കെ ആയിരിക്കും നല്ല ശക്തിയിൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ. കടലിനോട് ചേരാൻ വരുന്ന വഴിക്ക് നോക്കിക്കേ, ആ മണ്ണെല്ലാം ഇടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വീഴാണ് കേട്ടോ. ഞങ്ങൾ ആ മണ്ണിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കടപ്പുറത്ത് എന്നിട്ട് തിരയൊന്നും ഇല്ലാത്തൊരു ഭാഗം കാണുന്നത്. അവിടെ കൂടി നമുക്ക് നടക്കാം കേട്ടോ. കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയ്ക്ക് ദേ സ്റ്റാർ ഫിഷിനെ കിട്ടിയിട്ട് അതിനെ തിരിച്ച് വെള്ളത്തിൽ തന്നെ ഒഴുക്കി വിട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ ദേ പല പല ജീവികൾ അവൻ ഇങ്ങനെ കടപ്പുറത്ത് നിന്ന് കളക്ട് ചെയ്യായിരുന്നു കേട്ടോ. ഈ ഒരു ജീവി നോക്കിക്കേ, ഇത് എന്ത് സാധനം, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചാടി പുറത്തേക്ക് വന്നു കേട്ടോ. കുഞ്ഞപ്പൻ ടോയ്സ് കൊണ്ടുവന്നത് കൊണ്ട് അവിടെ ഇരുന്ന് നല്ല കളിയായിരുന്നേ. ഞാനാണെങ്കിൽ ആ കാറ്റും കൊണ്ട് പാറപ്പുറത്ത് കുറച്ച് നേരം ചാരി കിടന്നു. തിരിച്ചു വരാൻ നേരത്ത് കറി കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. കുഞ്ഞപ്പനാണ് അമ്മയെ ചായക്കടയിൽ തിബാ എണീക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചെണീപ്പിച്ചത്. എന്റെ മുടിയുടെ കൊലം നോക്കിക്കേ, ചേട്ടനാണ് മുടി കെട്ടി തന്നത്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസമായിട്ട് കിടന്നുറങ്ങിയപ്പോഴേ എന്തോ വശകേടിന് കൈക്ക് എന്തോ പറ്റിയിട്ട് ഷോൾഡറിന് ഭയങ്കര വേദന. വലത്തെ കൈ പൊങ്ങുന്നില്ല, എനിക്ക് മുടി പോലും കെട്ടാൻ പറ്റുന്നില്ലേ. അങ്ങനെ തിരിച്ച് നല്ല കാറ്റും മഴയത്തും ഇടിവെട്ടുമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ